അത് ദിലീപിന് അടുത്ത കുരുക്കിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ദിലീപിനെ പ്രതി ചേർക്കുന്നതിന് മുമ്പ് ദിലീപ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ കേസിനകത്തെ പ്രതികളുടെ മോട്ടീവ് അതാണ്, കൊട്ടേഷൻ ആണ്. പക്ഷെ ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത്? അതൊരു മുൻകൂർ ജാമ്യമെടുക്കലാണ്. കുറ്റം ദിലീപിലേക്ക് വരുന്നതിന് മുമ്പേ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. അതൊരു ഡിഫൻസ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് മുഴുവൻ ദിലീപിന് എതിരായിരുന്നു. ദിലീപ് ആ ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിക്കാനായിട്ട് ബോംബെയിലൊക്കെ പോയ കാര്യം നമുക്കറിയാം. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപകർപ്പിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ട്. കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ എന്ന് പൾസർ സുനി പറഞ്ഞിട്ടും ആരാണ് ആ സ്ത്രീ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമില്ലായിരുന്നു. ദിലീപിനെ പൂട്ടണമെന്ന വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത് ദിലീപാണെന്ന് തെളിവില്ല എന്നും കോടതിയുടെ കണ്ടെത്തലായിട്ടുണ്ട്. ഗോവയിൽ വെച്ചും നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന പ്രോസിക്യൂഷൻ വാദവും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിധിന്യായത്തിൽ പരാമർശമുണ്ട്. അത്തരത്തിൽ ഒരു ശ്രമം ഗോവയിൽ വെച്ച് തനിക്കെതിരെ നടന്നതായി നടി മൊഴി നൽകിയിട്ടില്ല എന്ന് വിധിയിൽ പറയുന്നു. ഇങ്ങനെയൊരു ശ്രമം നടന്നുവെന്നത് കേവലം ഊഹാപോഹം മാത്രമാണ്. ഗോവയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നുവെന്ന് നടി പരാതി പറയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് കുറ്റകൃത്യം നടത്താൻ മുമ്പും നീക്കമുണ്ടായി എന്ന് പ്രോസിക്യൂഷന് പറയാനായത് എന്നാണ് കോടതിയുടെ ചോദ്യം. വിവാഹമോതിരത്തിന്റെ ചിത്രം വ്യക്തമായി എടുത്തു നൽകണമെന്ന് ദിലീപ് നിർദ്ദേശിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇത്തരമൊരു വാദം അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പറയുന്നത് എന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യ റിപ്പോർട്ടിൽ ഇത് അന്വേഷണ സംഘം പരാമർശിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ അതിജീവിതയുടെ മുഖം വ്യക്തമാണ്. അതിനാൽ വിവാഹമോതിരം കാണിച്ച് ഐഡന്റിറ്റി സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല. ആദ്യ റിപ്പോർട്ടുകളിൽ ഈ മോതിരത്തിന്റെ കാര്യം പറയുന്നില്ല. അത് അതിജീവിത കോടതിയിൽ നൽകിയ മൊഴിക്ക് ശേഷമാണ് പരാമർശിക്കുന്നത്. ഇത് അതിജീവിതയുടെ മൊഴിയുമായി മാച്ച് ചെയ്യാൻ വേണ്ടിയാണോ എന്നാണ് സംശയം ഉയർത്തുന്നത്. അതിനാൽ 1-ാം പ്രതിയും 8-ാം പ്രതിയും ചേർന്ന് അത്തരമൊരു ഗൂഢാലോചന നടത്തിയെന്ന വാദം നിലനിൽക്കില്ല എന്നും കോടതി ഉത്തരവിൽ പറയുന്നു. പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങിയതിനും ജയിലിൽ നിന്ന് ദിലീപിനെ വിളിച്ചതിനും തെളിവില്ല എന്നും വിധിയിൽ പറയുന്നുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് 300ഓളം പേജുകളിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ദിലീപിന്റെ ഫോണിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ഡാറ്റകൾ കേസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷനായിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയതിൽ വീഴ്ച ഉണ്ടായി എന്നും വിധിയിൽ പറയുന്നുണ്ട്. ജോർജ് സാർ വീണ്ടും ചേരുകയാണ്. ആദ്യ 2 ഭാഗങ്ങളിൽ കൃത്യമായി ഈ കേസിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സാർ, ഇനി ചോദിക്കാനുള്ളത്, ഈ കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ എന്ന് പൾസർ സുനി പറഞ്ഞിട്ടും ആരാണ് ആ സ്ത്രീ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമില്ലായിരുന്നുവെന്നാണ് കോടതിയുടെ വിധിന്യായത്തിലുള്ളത്. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു മാഡം എന്ന വാക്ക് കേസിന്റെ തുടക്കം മുതൽ നമ്മളും കേട്ടിരുന്നതാണ്. അപ്പോൾ പോലീസിന് വീഴ്ച പറ്റിയോ ഈ മാഡത്തെ കണ്ടെത്താൻ? പോലീസിന് വീഴ്ച പറ്റിയതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. 1.5 കോടി രൂപയ്ക്കായിരുന്നു കോൺട്രാക്ട്. അങ്ങനെയാണ് എവിഡൻസ് വന്നിരിക്കുന്നത്. 1.5 കോടി എന്ന് പറയുമ്പം ഈ കേസിനകത്ത് സ്മൂത്ത് ആയിട്ട് ആളെ കണ്ടുപിടിച്ചാതെ അവർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ 1.5 കോടി രൂപ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവരെ കണ്ടെത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് 1.5 കോടി പോരാ. അങ്ങനെ ഒരു സന്ദർഭം കേസ് കളിക്കേണ്ടി വരുന്നെങ്കിൽ അത് 3.5 കോടി രൂപ വേണം എന്ന് പൾസർ സുനി പറഞ്ഞിരുന്നു. അത് അംഗീകരിച്ചു ദിലീപ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് അല്ലാതെ വേറെ ആർക്കാണ് മോട്ടീവ് എന്ന് തീർച്ചയായിട്ടും കോടതിക്ക് തോന്നണം. സെക്ഷൻ 8 അനുസരിച്ച് IPC അനുസരിച്ച് എന്താണ് മോട്ടീവ്? ഇവര് 1 മുതൽ 6 വരെയുള്ള പ്രതികള് അവര് ഒരു കൊട്ടേഷൻ അനുസരിച്ചാണ് ഈ കേസിനകത്ത് ആ അതിജീവിതയെ പീഡിപ്പിച്ചത്. അതിനുള്ള പണവും തനിക്ക് ലഭിച്ചു എന്ന് അതിജീവിതയുടെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ കേസിനകത്തെ പ്രതികളുടെ മോട്ടീവ് അതാണ്, കൊട്ടേഷൻ ആണ്. പക്ഷെ ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത്? അത് പിന്നീട് അയാളുടെ അടുത്ത് പത്രക്കാരോ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അത് കൊട്ടേഷൻ നൽകിയ ഒരു ലേഡിയാണ് എന്ന ആഭിമുഖ്യത്തിൽ പറയുന്നുണ്ട്. അവരുടെ അടുത്ത് അത് പറഞ്ഞിരുന്നു തോന്നുന്നു. പക്ഷെ ഒരു കൊട്ടേഷൻ നൽകിയ ആളുടെ പേര് പറയാതെ ലേഡിയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു ഒഴിയുന്നതല്ലേ സാധാരണ ക്രിമിനൽസ് ചെയ്യുന്നത്. അതുപോലെ പറഞ്ഞു. ചിലപ്പോൾ അത് കൊടുത്ത ആളെ പേര് വെളിവാക്കാതെ അതൊന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അവരോട് അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു എന്നല്ലാതെ അത് പോലീസ് കൃത്യമായിട്ട് അത് ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് ഒരു മെയിൽ പേഴ്സണെയാണ്, മലയാളത്തെ അറിയപ്പെടുന്ന നടനായിരുന്നു അതിന്റെ പിന്നിലെന്ന് ആണ് കുറ്റച്ചാർജിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ബലാത്സംഗ കൊട്ടേഷൻ എന്ന ആരോപണത്തിൽ ഏറ്റവും സുപ്രധാനമായി മാറേണ്ടത് ദിലീപും പൾസർ സുനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളായിരുന്നു. എന്നാൽ ദിലീപ് പ്രതികൾക്ക് പണം നൽകിയതിന്റെ തെളിവ് സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് വിധിന്യായത്തിലുണ്ട്.
ജയിലിൽ നിന്ന് പ്രതികൾ ദിലീപിനെ വിളിച്ചതിന് തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷന്റെ വീഴ്ചയാണോ അതോ തെളിവ് ശേഖരണത്തിൽ പോലീസിന് പറ്റിയ പാളിച്ചകളാണോ ഇതൊക്കെ? പോലീസിന് ആ കാര്യത്തിൽ ഒരു പാളിച്ച ഉണ്ടായില്ലെന്ന് ഞാൻ കരുതുന്നത്. ഈ ദിലീപിനെ പ്രതി ചേർക്കുന്നതിന് മുമ്പ് ദിലീപ് ഒരു കാര്യം പറഞ്ഞിരുന്നു. തന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അവരെ പ്രതിയാക്കുന്നതിന് മുമ്പ് ദിലീപ് ഒരു കംപ്ലൈന്റ് അന്നിരുന്ന DGPക്ക് കൊടുത്തിരുന്നു. അതിനകത്ത് ചില ആൾക്കാർ തനിക്ക് എതിരായി ചില തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്, ജയിലിൽ നിന്നൊക്കെ ലെറ്റർ അയക്കാൻ തുടങ്ങിയിരിക്കുന്ന പലരും എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നേരത്തെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു മുൻകൂർ ജാമ്യമെടുപ്പിലാണ്. കുറ്റം ദിലീപിലേക്ക് വരുന്നതിന് മുമ്പേ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്, അതൊരു ഡിഫൻസ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഈ ഇരയുടെ തിരിച്ചറിയൽ ഉറപ്പാക്കാനാണ് മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ദൃശ്യങ്ങളിൽ അതിജീവിതയുടെ മുഖം വ്യക്തവുമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനാൽ വിവാഹമോതിരം കാണിച്ച് ഐഡന്റിറ്റി സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല. 2017 നവംബർ 22 സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇത് പറഞ്ഞിട്ടുള്ളത്. 2017 ഏപ്രിൽ 18 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ഈ മൗനം ദുരൂഹമാണ് എന്നൊക്കെയാണ് കോടതിയുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ ആ വിധിയിൽ ഉള്ളത്. ഇത് പോലീസ് പടച്ചുവിട്ട കഥകളാണ് എന്ന് കരുതാമോ? കോടതി ഈ കേസിനകത്ത് ആദ്യത്തെ കുറ്റച്ചാർജ് കൊടുത്ത ശേഷം രണ്ടാമത് നടന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിലേ ചെയ്യുന്നേയില്ല കോടതി. ആദ്യത്തെ കുറ്റച്ചാർജിന് അതിനകത്ത് റിലേ ചെയ്ത് കഴിഞ്ഞാൽ ദിലീപിനെ സുഖമായിട്ട് വിടാമല്ലോ. കാരണം ദിലീപിനെതിരായിട്ടുള്ള അതിശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ്. കാരണം ബാലേന്ദ്രകുമാർ വന്ന ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിജിറ്റൽ എവിഡൻസ് സത്രം പോലീസ് രേഖപ്പെടുത്തിയത്. അത് മുഴുവൻ ദിലീപിന് എതിരായിരുന്നു. ദിലീപ് ആ ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിക്കാനായിട്ട് ബോംബെയിലൊക്കെ പോയ കാര്യം നമുക്കറിയാം. 4 മൊബൈൽ ഫോൺ പോലീസിന്റെ അന്വേഷണത്തിന് ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. 3 എണ്ണം മാത്രമാണ് കൊടുത്തത്. കൊടുത്തത് തന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ്സ് ഡിലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് കൊടുത്തതെന്ന് വിചാരിച്ചോണം. അപ്പൊ അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഡിജിറ്റൽ എവിഡൻസ് ആണ് നമുക്കറിയാവില്ല 3 കോടതിയിൽ ഇരുന്ന ആഷ് വാല്യൂവിന് വ്യത്യാസം വരുത്തിയ അവിടെയൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള മാറ്റർ അല്ലേ. അപ്പൊ ആ എവിഡൻസ് നശിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടിനകത്താണ് ഡിജിറ്റൽ എവിഡൻസ് അതിയായി വന്നത്. പക്ഷെ കോടതി അത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് പറയാൻ പാടില്ല. കാരണം വക്കീലന്മാർക്ക് പറയാൻ പാടില്ല. പോലീസിന് ഒരു കുറ്റച്ചാർജല്ലേ ഉള്ളൂ. ആ കുറ്റച്ചാർജ് ആദ്യം കൊടുത്ത കുറ്റച്ചാർജിന് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും അതിനോട് ചേർക്കുകയാണ്. ഒരു കുറ്റച്ചാർജ് മാത്രമേ കോടതി വരാൻ പാടുള്ളൂ. ഒരേ കേസിന് 2 കുറ്റച്ചാർജ് കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയാവുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാവുന്നല്ലാതെ ആദ്യത്തെ കുറ്റച്ചാർജ് കൊടുത്തിട്ട് അത് അപര്യാപ്തമാണ് അതിൻ്റെ എവിഡൻസ് എന്ന് ഫർദർ എവിഡൻസിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. 147 CRPC പ്രകാരം അങ്ങനെ നടത്തുന്ന എവിഡൻസ് ആദ്യത്തെ ഭാഗത്തിന്റെ കുറ്റച്ചാർജിന്റെ ഭാഗം തന്നെയാണ്. സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ ഒന്നും അല്ല. അങ്ങനെ പറയാനും പാടില്ല. കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രഗത്ഭരായ അഭിഭാഷകരുടെ വലിയൊരു സംഘത്തെയാണ് പ്രതിഭാഗം അണിനിരത്തിയത്. പതിറ്റാണ്ടുകളായി ഇത്തരം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവും ഒക്കെ ഉള്ളവർ. നീതിന്യായ വ്യവസ്ഥയുടെ വിവിധ തട്ടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ മാസ്റ്റർ ബിരുദമുള്ള ഈ സംഘത്തിന് മുന്നിൽ വാദിഭാഗത്തിന്റെ അഭിഭാഷകർ പല ഘട്ടങ്ങളിലും പകച്ചുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു? അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. എത്രയോ പേര് ഇന്ത്യയിലെ ഏറ്റവും ഉന്നത സ്ഥാനീയരായ അഡ്വക്കേറ്റ്സ് 10 50 പേര് വന്ന് കേസ് നടത്തിക്കോട്ടെ. അതിനെന്താ പോലീസിന് പേടിക്കേണ്ട ആവശ്യം? അത് അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം നിർവചിച്ചിട്ടുണ്ട്, അതനുസരിച്ചുള്ള എവിഡൻസ് ആണ് പോലീസ് കളക്ട് ചെയ്യുന്നത്. അത് കൂടുതൽ പോലീസ് സാധാരണ പണ്ടത്തെ കാലത്തൊക്കെ ഒരു സീനിയറായ ഒരു അവിൽദ അല്ല കോൺസ്റ്റബിൾ തന്നെയായിരുന്നു കുറ്റച്ചാർജിന്റെ എവിഡൻസ് മുഴുവൻ കളക്ട് ചെയ്യുന്നത്. കാരണം അത് ആ ഒരു കുറ്റം 302 ആണെങ്കിൽ കൊലപാതകം ആണെങ്കിൽ ആ കൊലപാതകത്തിന്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് അനുസരിച്ചുള്ള എവിഡൻസ് ആണ് പോലീസ് കളക്ട് ചെയ്യുന്നത്. അതൊരു കോൺസ്റ്റബിൾ കോമ്പറ്റന്റ് ആണ്. നല്ലൊരു കോൺസ്റ്റബിൾ പോലും അത് ഇന്ത്യയിലെ പ്രഗത്ഭരായി വന്നാലും ശരി ആ കേസ് ശിക്ഷിച്ചു പോകും. കാരണം അത് വ്യത്യസ്തമായ ആംഗിളിലാണ് കാണുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള വെറ്ററന്മാരാണ് ആ കേസിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതിന് എവിഡൻസ് കളക്ട് ചെയ്യുന്നു. അതിന് എത്രയോ പ്രഗത്ഭരായ ആൾക്കാർ വരട്ടെ. അത് മെയിൻ ആയിട്ടുള്ള ആ കഥാതന്തു അല്ലെങ്കിൽ ആ കുറ്റച്ചാർജ്
ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിക്കുന്ന അത് ബ്രേക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പ്രോസിക്യൂഷൻ റിലേ ചെയ്യുന്ന എവിഡൻസ് സ്ട്രോങ് ആണെങ്കിൽ ആർക്കും അത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ദിലീപ് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കേസുമായി ദിലീപിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം സുപ്രീം കോടതി വരെ നടിയെ ആക്രമിച്ച കേസ് ഒരുപക്ഷെ നീളാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ വിലയിരുത്തൽ. ആ ഒരു സാഹചര്യത്തിൽ ദിലീപിന് അയാളെ അക്വിറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ആ കേസിന് പോകുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളില്ല. കാരണം അയാൾക്ക് കൊടുക്കാം. ആ കേസ് പോലീസ് അയാളുടെ പേരിൽ ചാർജ് ചെയ്ത ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്റെ പേരിൽ മറ്റാരോ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ തന്റെ പേരിൽ പോലീസ് കേസ് ചാർജ് ചെയ്ത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദഗതി. കാരണം അതിനൊരു കാഞ്ചന പോലും ചെറിയൊരു എവിഡൻസ് പോലും ഇല്ല എന്നാണ് ദിലീപ് പറയുന്നത്. അതുകൊണ്ട് നിയമപരമായിട്ട് തനിക്കെതിരായിട്ടൊരു ഗൂഢാലോചനയാണ് തന്നെ അതിനകത്ത് വെറുതെ വിട്ടിരിക്കുന്ന കോടതി അതിൻ്റെ അകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് തനിക്കെതിരായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല, അതിനുള്ള എവിഡൻസും ഇല്ല. അതുകൊണ്ട് ഇത് തന്നെ കുരുക്കിയതാണ് ഗൂഢാലോചന, ഇതിനകത്ത് പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു കേസ് കൊടുക്കുന്ന നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ കോടതി ഇതിൽ പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകില്ല. കാരണം പ്രോസിക്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗം എന്താണ്, അല്ലെങ്കിൽ പോലീസ് എന്താണ് കണ്ടെത്തിയെന്ന് അതിന് ചർച്ച ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായ ഒരു കേസ് എടുക്കാൻ പോലീസ് തയ്യാറാകില്ല. താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, CBI അന്വേഷിക്കണമെന്നൊക്കെ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അപ്പോൾ ദിലീപ് അല്ലാതെ മറ്റൊരു ഗൂഢാലോചന നടന്നോ ഈ ഒരു കേസിൽ? പൾസർ സുനി ദിലീപിന് മനഃപൂർവ്വം കൊടുക്കാൻ നോക്കിയോ? അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും താല്പര്യം ഈ കേസിന് പിന്നിലുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം ആർക്കാണ് മോട്ടീവ്? ഈ ഒരു സംഭവം ആ അതിജീവിതയെ സിനിമാ രംഗത്ത് നിന്ന് ഔട്ടാക്കാൻ മോട്ടീവ് ആർക്കാണുള്ളത്? അപ്പൊ അതിനെ അവരെ അപകീർത്തിപ്പെടുത്താനും അവരെ സിനിമാ ഫീൽഡിൽ നിന്ന് അകറ്റാനും അവർക്ക് സിനിമ ഒന്നും അഭിനയത്തില്ല, അത് അവരുടെ വേറെ ചില ആക്ടിവിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞ് ദിലീപ് ഒരു കേസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഡാമേജിങ് ആണ് അവർക്ക്. അത് എന്റർടൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോടതി. അത് ദിലീപിന് അടുത്ത കുരുക്കിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.